വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷദ് താനൂർ. ഏകദേശം 7 വർഷം മുമ്പ് നമ്മുടെ കേരളക്കരയെ ഒന്നാകെ ഭീതിയിലായെത്തിയ ഒരു വൈറസാണ് നിപ്പ വൈറസ്. ഒരുപാട് നിപ്പ വൈറസ് ബാധിച്ച് ഒരുപാട് രോഗബാധിതർ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കൂടാതെ മറ്റൊരു ജില്ലയിലേക്ക് ഈ നിപ്പ വൈറസ് വ്യാപിച്ചിട്ടില്ല. അത് വ്യാപിക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എന്താ പറയുക, നിപ്പ വൈറസിനെ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയും വലിയൊരു വൈറസ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോടും മലപ്പുറത്തും ഉണ്ടായിട്ടും മറ്റു ജില്ലകളിലേക്ക് അത് വ്യാപിക്കാത്ത തരത്തിൽ അത് കൈകാര്യം ചെയ്ത് അന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അതിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം. എന്നാൽ ഇപ്പോൾ വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച കാര്യമാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലുള്ള ഒരു 15-കാരനക്ക് നിപ്പ വൈറസ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യുവാവിനെ ആദ്യം പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലാണ് ആദ്യം കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് നിപ്പയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുമായി സമ്പർക്കത്തിൽപ്പെട്ടവരുടെ കണക്കെല്ലാം ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ കർശനമായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണമെന്നൊക്കെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്. ഒരുപാട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഭാഗത്തൊക്കെ മലമ്പനി, അതുപോലെ തന്നെ H1N1 അങ്ങനത്തെ എല്ലാവിധ രോഗങ്ങളും ഇപ്പോൾ നമ്മൾ അറിയുന്നുണ്ട് വാർത്തകളിലൊക്കെ. അപ്പോൾ ഇതിനെതിരെ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികളെ ഒന്നും ഈ മഴക്കാലത്ത് പുറത്ത് വിടാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, എങ്ങനെയായാലും രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം. പച്ചവെള്ളം കുടിക്കുന്നതൊക്കെ ഒഴിവാക്കണം. കഴിവതും ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. മഴക്കാലമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.